സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കുവാനും എപ്രകാരം അത് ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ അതിൻ്റെ അർത്ഥപൂർണമായ വ്യാപനം സാധ്യമാകുന്നു എന്ന് ചിന്തിപ്പാനും ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരവസരമായി ഇത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാർത്തോമാ സഭയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് സുവിശേഷ വിഹിത സഭ എന്നാണ്. നവീകരണ സഭ എന്ന നിലയിൽ സുവിശേഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായ ഒരു പൗരസ്ത്യ സഭ എന്ന നിലയിൽ കേരളത്തിൽ ഒതുങ്ങുന്നിരുന്നതായ മാർത്തോമാ വിശ്വാസികൾ കേരളത്തിന് വെളിയിൽ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷവുമായി പോകുകയും ഇന്ന് ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരാഗോള സഭ എന്ന രീതിയിൽ പ്രവർത്തിച്ച് ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി അവർ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നത് അഭിമാനത്തോടുകൂടെ നാം കാണേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തകരെ ഓർക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. എന്താണ് സുവിശേഷം? ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി പലപ്പോഴും ഓർപ്പിക്കുന്ന ഒന്നായിരുന്നു. യേശുക്രിസ്തുവാണ് സുവിശേഷം. ക്രിസ്തുവിനെ ലോകത്തിന് കാട്ടുന്നതാണ് സഭയുടെ ദൗത്യം. യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ സന്ദേശവും ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും ഇവയെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷ എഴുത്തുകാർ എല്ലാം തന്നെ ഈ സുവിശേഷം എന്താണ് എന്ന് വ്യക്തമായിട്ട് കാട്ടിത്തരുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതുന്ന സാഹചര്യത്തിൽ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായം 17-22 വാക്യങ്ങളിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. 22-ാം വാക്യം പറയുന്നത്, പിന്നെ അവൻ ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇതൊരു സന്ദേശമാണ്. മാനസാന്തരപ്പെടുവീൻ ഒരു പ്രക്രിയയാണ്. ഈ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമായിരുന്നു മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നു. ഈ സദ്വർത്തമാനമാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എല്ലാവരെയും സ്വീകരിക്കുന്നതായ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുന്നതായ ഒരു വലിയ പ്രവർത്തനമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് വായിച്ചതായ വേദഭാഗം, പ്രത്യേകിച്ച് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ സുവിശേഷത്തിൻ്റെ തീഷ്ണതയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് സുവിശേഷം തന്നെ സ്വാധീനിച്ചത് എന്ന് വ്യക്തമായിട്ട് തന്നെ ഓർപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷം എൻ്റെ ജീവിതത്തെ പിടിച്ച് ഉലച്ച ഒന്നാണ്. അതിൻ്റെ തീവ്രത വെളിപ്പെടുത്തുവാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ച ഒരു മനുഷ്യനാണ് എന്ന് ഓരോ ലേഖനങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ സാക്ഷിക്കുന്നുണ്ട്.
യഹൂദ പാരമ്പര്യമുള്ള റോമ പൗരനായ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ അറിഞ്ഞതും അനുകരിച്ചതും എങ്ങനെയാണ് എന്ന് തൻ്റെ ലേഖനങ്ങളിൽ എടുത്തു കാട്ടുന്നുണ്ട്. ഞാൻ കണ്ടെത്തിയ കർത്താവിനെ, ഞാൻ അനുഭവിച്ച ദൈവസ്നേഹത്തെ പരസ്യമായി സാക്ഷിക്കുന്ന ഒരനുഭവമാണ് എൻ്റെ ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും യവന സംസ്കാരത്തിൻ്റെ സ്വാധീനവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റോമാലേഖനം എഴുതുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെയും ക്രിസ്തുവിനെ അനുകരിക്കുന്ന ജീവിതത്തിൻ്റെയും പ്രത്യേകത വെളിപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലേഖനം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന പ്രമേയം വളരെ പ്രാധാന്യം നൽകി സഭാവിശ്വാസികളെ ഓർപ്പിക്കുകയും അവർക്ക് ധൈര്യം പകരുവാൻ ഇത് നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. റോമിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ ലേഖനം എത്തിച്ചു കൊടുത്തത് കെംക്രിയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്ന ഫേബ എന്ന സഹോദരിയായിരുന്നു. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് കൂട്ടുപ്രവർത്തകരെ തന്നോടൊപ്പം നിർത്തിയിരുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ അങ്ങനെയുള്ളവർക്ക് വന്ദനം ചൊല്ലുന്നതായ ആ ഒരു സമയം ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലായെയും വന്ദനം ചെയ്യുവിൻ, വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചെല്ലുവിൻ, കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിക്കും വന്ദനം ചൊല്ലുവിൻ. ഇങ്ങനെ തന്നോടൊപ്പം കൂട്ടുപ്രവർത്തകരായി പ്രവർത്തിച്ചതായ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് താൻ എടുത്ത് പറയുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ആളുകളെ കൂട്ടി വരുത്തി സുവിശേഷം നൽകുന്നതായ തൻ്റെ പ്രവർത്തനം അവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സഭയുടെ വളർച്ചയിൽ എപ്രകാരമാണ് സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ ഇന്ന് ആ സ്ത്രീ പങ്കാളിത്തം ആ രീതിയിൽ നിലനിർത്തുവാൻ എങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. സഭയുടെ പീഡന കാലഘട്ടത്തിൽ സകല വിശ്വാസികൾക്കും ധൈര്യം പകരുന്നതായ തൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ ശ്രദ്ധേയമായിട്ട് നാം കാണുന്നുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ഞയില്ല എന്ന് അസന്നിഗ്ധമായി പറയുവാൻ തനിക്ക് സാധിക്കുന്നു. He had the courage to profess. He had the courage to preach. തൻ്റെ വിശ്വാസത്തെ ധൈര്യത്തോടെ ഏറ്റുപറയുവാനും വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും ധൈര്യത്തോടെ പ്രവർത്തിക്കുവാനും തനിക്ക് സാധിച്ചു. ഇങ്ങനെ ഈ സുവിശേഷം നമ്മിലൂടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും ഉചിതമാണ്. യേശുക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് സന്ദേശവും സന്ദേശവാഹകനും ആണ് എന്നാണ്. അതിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം അത് കുറയുമ്പോൾ അതിൻ്റെ പ്രസക്തി ഏറുകയാണ്. താൻ തന്നെയാണ് സന്ദേശം, താൻ തന്നെയാണ് സന്ദേശവാഹകൻ. ദൈവരാജ്യ സന്ദേശം നൽകുവാനായിട്ട് ലോകത്തിൽ വന്നതായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സർവസ്വവും എന്ന് പറയുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിക്കുന്നുണ്ട്. ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ സ്വീകരിച്ച് എങ്ങനെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ സാധിക്കും? ഈ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് താൻ പറയുന്നു. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ സാഹചര്യങ്ങളായിരിക്കുമ്പോൾ, പ്രവർത്തന മേഖലകളായിരിക്കുമ്പോൾ, നമ്മുടെയും ജീവിതത്തിൽ എടുക്കേണ്ട പ്രധാന തീരുമാനം ഇതാണ്: ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഇത് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ദൈവമേ, നിൻ്റെ വചനം, നിൻ്റെ സുവിശേഷം
എനിക്ക് കാലിന് ദീപവും പാതിക്ക് പ്രകാശവുമായി എല്ലായ്പ്പോഴും ഉള്ളപ്പോൾ അത് സ്വീകരിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആവശ്യം. പൗലോസപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ചില പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ധൈര്യം പകരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് റോമലേഖനത്തിൽ സഭയെ ഓർപ്പിക്കുമ്പോൾ പറയുന്നത്, ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം ദൈവശക്തിയാണ് എന്നുള്ളതാണ്. വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ദൈവശക്തിയാണ്. ഇന്ന് പലപ്പോഴും 3 രീതിയിൽ അതിനെ നമ്മൾ കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സാധിക്കുന്നത്? ദെയർസ് എ പവർ ഓഫ് റെസിസ്റ്റൻസ്, ഇത് പലപ്പോഴും നാം പറയുന്നുണ്ട്. ദെയർസ് എ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ദ പവർ ഓഫ് പെർസ്വിയറൻസ്. ഒരു പ്രതിരോധ ശക്തി ഇത് പുലർത്തേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. രൂപാന്തര ശക്തി നമ്മിൽ കാണപ്പെടേണ്ടത് ആവശ്യമാണ്. സഹനത്തിൻ്റെ പാതയിൽ സഹനം ഏറ്റെടുക്കുവാനുള്ളതായ ശക്തി ആവശ്യമാണ്. ഇത് ഓരോ കാലഘട്ടത്തിലും വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമാകേണ്ടതായ ദൈവിക ശക്തിയാണ് എന്ന് ഓർക്കേണ്ടതാണ്. അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ശക്തി പകരുന്ന ദൈവ സാന്നിധ്യമാണ് സുവിശേഷം എന്നതാണ്. ലോക സാഹചര്യങ്ങളിൽ അതീശ ശക്തിക്കെതിരെയുള്ളതായ ചെറുത്തുനിൽപ്പ് വിവിധ രീതിയിൽ നടക്കുകയാണ്. വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ അത് നടക്കുകയാണ്. സമൂഹത്തിൽ തള്ളപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആളുകൾ, ദരിദ്രരും രോഗികളും എല്ലാം അദർശനായ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച് ജീവൽ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ ഇടയായിത്തീരണം. അതിജീവനത്തിൻ്റെ മാർഗം ഇത് ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അധീശ ശക്തിക്ക് എതിരായിട്ടുള്ളതായ ഒരു ചെറുത്തുനിൽപ്പ്, ആ ഒരു ശക്തി നമുക്ക് ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ നമുക്ക് സാധ്യമാകുന്നു എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും അക്രമത്തിന് ഇരയാകുന്നതായ സാഹചര്യങ്ങളിൽ the gospel of Jesus Christ gives power to overcome violence. ഈ അക്രമത്തിന് ഒരു പ്രതിരോധ ശക്തിയായിട്ട് എങ്ങനെ പ്രവർത്തിപ്പാൻ സാധിക്കും? ഈ അക്രമത്തിന് മുൻപിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കും? സ്ത്രീകൾക്ക് നേരെയുള്ളതായ ആക്രമണത്തിനെതിരെ നിശബ്ദ പ്രതിരോധം, ആ പ്രതിരോധ സന്ദേശം നൽകുന്ന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. വംശഹത്യയും ജാതി വ്യവസ്ഥിതിയിലുള്ളതായ സാമൂഹ്യ ജീവിതത്തിൽ വേർതിരിവ് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കാനുള്ളതായ ശക്തി ദൈവത്തിൽ നിന്ന് ലഭ്യമാകണം. ഒരു പ്രതിരോധ ശക്തി എന്ന രീതിയിൽ പ്രവർത്തിപ്പാനായിട്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഈ ദൈവത്തിൻ്റെ ധാരാളമായ ശക്തി അനുഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. പക്ഷെ ധൈര്യം വീണ്ടെടുത്ത് തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ ദൈവശക്തി ആവശ്യമാണ്. പവർ ഓഫ് റെസിസ്റ്റൻസ്. സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയാണ്. എങ്ങനെ രൂപാന്തര അനുഭവത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും? ഇവിടെ അഭിവന്ധ്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് എന്ന പുസ്തകത്തിൽ സുവിശേഷീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ തിരുമേനി ഓർപ്പിക്കുന്നത് കിങ്ഡം വാല്യൂ ഷുഡ് പെർമിയേറ്റ് ഇൻ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ്. ഹൗ ഇറ്റ് ഷുഡ് പെർമിയേറ്റ്, മനുഷ്യ ജീവിതങ്ങളിലും സമൂഹത്തിലും അന്തർവ്യാപനം ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് ഇതിനെ കാണേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് രൂപാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇവർ ഓർപ്പിക്കുന്നത് ലിവ് വിത്ത് ദ പീപ്പിൾ, ദിസ് ഈസ് ദ ഇൻകാർണേഷൻ പ്രിൻസിപ്പിൾ. മനുഷ്യമധ്യത്തിൽ കൂടാരമടിച്ചതായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യരിൽ വ്യതിയാനം വരുത്തിയത്, രൂപാന്തരം വരുത്തിയത് എന്ന് നാം കാണുന്നുണ്ട്.
അതുകൊണ്ട് ഈ ഒരു പെർമിയേഷൻ, അന്തർവ്യാപനം ചെയ്യുന്നതായ, വ്യാപിപ്പിക്കുന്നതായ ആ ഒരു പ്രവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിന് സഹായകരമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാരെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നത്. ഉപ്പിൻ്റെ വിശേഷത എന്താണ്? ഒരു പദാർത്ഥത്തെ സൂക്ഷിക്കുവാനും ആവശ്യമായ രൂപാന്തരപ്പെടുത്തുവാനും സഹായിക്കുന്നുണ്ട്. നല്ലതിനെ സൂക്ഷിക്കുവാനും ആവശ്യമെങ്കിൽ രൂപാന്തരപ്പെടുത്തുവാനുള്ളതായ ശക്തി ആവശ്യമാണ്. The salt has a preserving and transforming quality. And the life of the people should have this quality. How to preserve the goodness in us and how to transform the life of the people through our involvement. സഹനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊത്ത് പ്രവർത്തിപ്പാൻ എങ്ങനെ സാധ്യമായി തീരും? ഒരു പക്ഷേ വേദനയുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും മധ്യത്തിൽ തളർന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പവർ ഓഫ് പെർസിവിയറൻസ് ആവശ്യമാണ്. ഈ സഹനം ഏറ്റെടുക്കുവാനും അത് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ദൈവത്തിൽ ആയിരിക്കാനും ഇടയാകണം. പൗലോസപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 4-7 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഈ ആത്യന്ത ശക്തി എൻ്റെ സ്വന്തമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിൻ്റെ മൺപാത്രങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങൾ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഈ ഒരു വലിയ ദൃഢ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പട്ടിണിയാകട്ടെ, കഷ്ടതയാകട്ടെ, ഉപദ്രവമാകട്ടെ, എന്ത് ജീവിത സാഹചര്യങ്ങളിലും തളർന്നു പോകില്ല. ദൈവത്തോടൊത്ത് ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ബോധം ആവശ്യമാണ്. അത് എന്നെ ശക്തീകരിക്കുന്നതായ ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ആയിരിക്കുന്നു. സകലത്തിൻ്റെ പാതയിൽ കർത്താവിൻ്റെ ശക്തി അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ എനിക്കിടയായിത്തീരണം. ഓരോ ഭവനങ്ങളിലും സ്ത്രീകൾ, പുരുഷന്മാർ, കുടുംബമായി വിവിധങ്ങളായ പ്രശ്ന സാഹചര്യങ്ങളൊക്കെ ആകുന്ന സാഹചര്യങ്ങളിൽ എപ്രകാരം കർത്താവിൻ്റെ ദിവ്യ ശക്തി അനുഭവിച്ച് ജീവിപ്പാൻ എനിക്ക് സാധിക്കും? ദൈവമേ, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടി ഉണ്ടാകണം. ഈ സുവിശേഷത്തിൻ്റെ ദൈവിക ശക്തി അനുഭവിച്ച് ജീവിപ്പാനായിട്ട് എന്നെ ഇടയാക്കണം. രണ്ടാമത് നമുക്ക് കാണുന്നത് സുവിശേഷം രക്ഷയ്ക്ക് നിദാനമാണ് എന്നുള്ളതാണ്. ഒരു അപ്പോസ്തലന് സഭയെ ഓർപ്പിക്കുമ്പോൾ ഈ രക്ഷ എപ്രകാരമാണ് സാധ്യമാകുന്നത്, ഈ രക്ഷ എങ്ങനെ എനിക്ക് ലഭ്യമാകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ ലഭ്യമാകുന്നു. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, സർവർക്കും ഈ രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. രക്ഷ എന്ന പദത്തിന് പലപ്പോഴും വിടുതൽ എന്ന അർത്ഥം നൽകാറുണ്ട്. വ്യക്തിയുടെ വിടുതൽ, ദേശത്തിൻ്റെ വിടുതൽ, ഇവ രക്ഷ എന്നതിലൂടെ അന്വർത്ഥമാക്കുന്നുണ്ട്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പിഴവുകളിൽ നിന്നും സുവിശേഷം പാപികളെ മോചിക്കുന്നു. മനുഷ്യരുടെ രക്ഷ യേശുക്രിസ്തുവിലൂടെ സാധ്യമാകണം. റോമാലേഖനം 10-ാം 9-ാമത്തെ വാക്യങ്ങൾ നാം വായിക്കുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മനുഷ്യരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ രക്ഷ നാം അനുഭവിക്കുന്നത് ദൈവകൃപയുടെ ആഘോഷമായി നാം കാണേണ്ടതാണ്. ദൈവകൃപയുടെ ആഘോഷത്താൽ ലഭിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ രക്ഷ എന്നത് നാം ഓർക്കണം. എൻ്റേതായ പ്രവർത്തനത്തിലൂടെ നേടുന്ന ഒന്നതിനപ്പുറമായിട്ട്
ദൈവം കൃപയാൽ നമുക്ക് ദാനമായി നൽകുന്നതായ ഒന്നാണ് എന്നുള്ളതായ ബോധം നമുക്ക് ആവശ്യമാണ്. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവകൃപയുടെ ആവാസം എൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി എന്ന് നാം മനസ്സിലാക്കണം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന കന്യകമറിയാം ശ്രവിച്ചതായ ശബ്ദം അവിടെ ഒരു രക്ഷകൻ പിറക്കുക മാത്രമല്ല, രക്ഷകനെ അറിയുന്നതിനും അനുഗമിക്കുന്നതിനും സഹായകരമായി തീർന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കും? പ്രധാനമായിട്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായ സ്ത്രീകൾ നിരാശരായി ഉറക്കം കളഞ്ഞ് മൂന്നാം നാൾ അതിരാവിലെ കല്ലറയിൽ സുഗന്ധം പൂശുവാൻ പോകുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരാണ് ആദ്യ സുവിശേഷകരായി മാറുന്നത്. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിനെ ആദ്യം കണ്ടവർ, the women at the foot of the cross, and they experienced the joy of resurrection. നിങ്ങൾ പോയി ശിഷ്യന്മാരോട് അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. ഈ സന്ദേശവാഹകരായിട്ടാണ് അവരെ അയക്കുന്നത്. യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുകയും ദൈവരാജ്യ മൂല്യങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷം അർത്ഥവത്തായി പ്രഘോഷിക്കപ്പെടുന്നത്. സുവിശേഷ സംഘ അംഗങ്ങൾ എല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാണ്. അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ ഈ ഒരു വലിയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ആദ്യകാല സേവികാ സംഘ പ്രവർത്തകരായ മിസസ് കാണ്ടമ വർഗീസ്, മിസ് കല്ലവെ പോലെ അനേകർ ഈ പ്രസ്ഥാനത്തിന് നല്ല നേതൃത്വം നൽകിയവരായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. സുവിശേഷവുമായി കേരളത്തിന് വെളിയിൽ പോയി ജീവിതം കർത്താവിനായി സമർപ്പിച്ചതായ സിസ്റ്റേഴ്സ്, നമ്മുടെ സേവനിമാർ, അങ്കോലയിലും സീഹോറായിലും നിർവഹിച്ച ശുശ്രൂഷ ശ്ലാഘനീയമാണ്. അക്ഷരജ്ഞാനം, ആരോഗ്യ പരിപാലനം, ഗ്രാമീണ കുട്ടികളുടെ ഉന്നമനം, ഇവയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വരുത്തിയതായ മാറ്റം വർണ്ണനാതീതമാണ്. ഗ്രാമീണർക്ക് തൊഴിൽ പരിശീലനം, ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ മൂല്യബോധം ദൈവസ്നേഹത്തിലൂടെ നൽകുവാൻ അവർ പരിശ്രമിക്കുന്നു. വർഷങ്ങളായി അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ച പലരും മൺമറഞ്ഞു. ഈ അടുത്ത സമയത്ത് അങ്കോലയിൽ നിര്യാതരായ മറിയാമ്മ സിസ്റ്റർ, ചിന്നമ്മ സിസ്റ്റർ 62 വർഷക്കാലത്തോളം ഈ സുവിശേഷവുമായിട്ട് അവിടെ പ്രവർത്തിച്ചതായ വ്യക്തികളായിരുന്നു. ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അനേകർ പാലക്കാട് ആശ്രമത്തിലായാലും ശാലേം ഭവനത്തിലായാലും മലയാളപ്പുഴ തുടങ്ങിയതായ വിവിധ പ്രവർത്തന മേഖലകളിലായാലും അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇവരെല്ലാം നിർവഹിക്കുന്ന നിശബ്ദ സേവനമാണ്, അധികം അറിയപ്പെടാത്തതായ സേവനം. ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി വേർതിരിച്ച് ശുശ്രൂഷയിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നതായ വ്യക്തികളായിട്ട് ഇവരെ നാം കാണുന്നു. അത് സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ഇന്ന് കൂടുതൽ പ്രവർത്തകരെ ആവശ്യമുണ്ട്. സെഞ്ചുറി വർഷം ആയപ്പോൾ 100 സുവിശേഷകരെ അയക്കുക, 100 സേവനിമാരെ അയക്കുക. ഈ ഒരു വലിയ ആഹ്വാനം ആരെനിക്ക് വേണ്ടി പോകും? ഈ ഒരു വലിയ ചോദ്യം. പക്ഷേ നാം ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം ജീവിക്കണം, സുവിശേഷം ഘോഷിക്കണം. അതിന് യുവതികളെ ഒരുക്കുന്നതായ ശുശ്രൂഷ നിർവഹിക്കാൻ കൂടുതലായി നമ്മെ സഹായിക്കട്ടെ. നാലാമതായിട്ട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഓരോ സഭകളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഈ സുവിശേഷം ദൈവനീതി വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് നാം കാണണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നീതി ലോകത്തിൽ നിവർത്തിക്കുക, ഇത് സുവിശേഷത്തിലൂടെ സാധ്യമാകുന്നു എന്ന് വ്യക്തമായിട്ട് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്.
സുവിശേഷത്തിൻ്റെ അന്തസത്ത വിളിച്ചോതുന്ന ഒന്നാണ് ദൈവനീതി സമൂഹത്തിൽ എന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പാപത്തിന്മേൽ ജയം നേടുന്നതിനാൽ ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ വിശ്വസിക്കുന്ന പാപിക്ക് രക്ഷ ലഭ്യമാകുന്നതിലൂടെ ദൈവം തൻ്റെ നീതിയെ വീണ്ടും നമുക്ക് കാട്ടിത്തന്നു. വിശ്വാസത്താലുള്ള നീതീകരണം സുവിശേഷം വെളിപ്പെടുത്തുന്നു. പാശ്ചാത്യ നവീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചതായ മാർട്ടിൻ ലൂതർ സ്വീകരിച്ചത് ഈ ആശയമാണ്: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പാപിക്ക് വിശ്വാസത്തിലൂടെ നീതി ലഭിക്കുവാൻ സാധിക്കും. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകൻ പ്രവചിച്ചതായ ആ വചനം വീണ്ടും ഓർപ്പിക്കുന്ന ഒന്നായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹബക്കൂക്ക് 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമായിത്തീരുന്നു. പരീക്ഷഭക്തിയെ യേശു ക്രിസ്തു വിമർശിക്കുമ്പോൾ സ്വയം നീതീകരണത്തെയാണ് പൊള്ളത്തരമായി എടുത്തു കാട്ടുന്നത്. സ്വയത്തെ ഇല്ലാതെയാക്കി ദൈവിക ഭാവം വെളിപ്പെടുത്തുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം. സ്വയനീതീകരണവും ജനപ്രിയ ആത്മീയതയും വർദ്ധിച്ചു വരുന്നതായ ഈ കാലഘട്ടത്തിൽ ത്യാഗാത്മകമായ ജീവിതവും പ്രവർത്തനവും ദൈവരാജ്യ വ്യാപനത്തിന് ആവശ്യമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന സഭാപിതാവായിരുന്ന തെർത്തുല്യൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ പ്രശസ്തിയല്ല, ദൈവനാമം മഹിമപ്പെടണം. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിത ദർശനം ഇതായിരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിൽ വളരെ വിളവുണ്ടാകും. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല. ഇത് ഉറച്ചു പറയുവാൻ അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചത് ക്രിസ്തുവിൽ അനുഭവിച്ചതായ സന്തോഷമാണ്. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്: ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് അഭിമാനത്തോട് പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ വാക്യങ്ങളിൽ താനത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഇബ്രാഹിമിൽ നിന്ന് ജനിച്ച ഇബ്രാഹിനാണ്. എന്നാൽ ക്രിസ്തു നിമിത്തം സകലവും ഛേദം എന്നെണ്ണുന്നതായ എൻ്റെ ജീവിത അനുഭവമാണ്. അവിടെ യേശു ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം. കർത്താവുമായിട്ട് ബന്ധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് സേവികാ സംഘ പ്രത്യേക മീറ്റിംഗായിട്ട് കൂടി വരുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നതായ വിശ്വാസ സമൂഹമേ, അതെ, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ ദൈവശക്തിയെ നാം കാണുക, സുവിശേഷത്തിൻ്റെ രൂപാന്തര ശക്തി അനുഭവിക്കുക. വിശ്വാസത്താലുള്ള രക്ഷ ഏവർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കൃപയാൽ നാം അത് സ്വായത്തമാക്കിയിരിക്കുന്നു. ഈ സുവിശേഷത്തിൽ പ്രഘോഷകരായി എവിടെയായിരുന്നാലും നിങ്ങൾ ജീവിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക. സുവിശേഷം എന്നിലൂടെ ജീവിക്കണം, എൻ്റെ ജീവിതത്തിലൂടെ ഇത് പകരപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനം എല്ലായ്പ്പോഴും നമുക്ക് ദൈവം നൽകുന്നു. ദൈവിക നീതിയുടെ വാഹകരായി വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അതിശയകരമായി നമ്മെ വഴി നടത്തുന്ന വൻകൃപയെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം കരയേറ്റാം.
എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് എനിക്ക് മതിയായവൻ. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ലജ്ജയില്ലാതെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഓരോ രംഗിലും പ്രവർത്തിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്